അസ്സലാമു അലൈക്കും. ഇതൊരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗല്ല, ചെറിയൊരു വീഡിയോ, കുറേ ക്ലിപ്സൊക്കെ കൂടി ഒരുമിച്ച് വെച്ചൊരു വീഡിയോ. ഇങ്ങനെ വ്ളോഗൊന്നും അങ്ങനെ പറയാനായിട്ടില്ല. ഓക്കെ, ഇവിടെ മക്കളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊന്നുമല്ല, എൻ്റെ ഉമ്മയുടെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ആ ഹാപ്പി ബർത്ത്ഡേ കണ്ണടയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അവൻ്റെ ഐതു എന്നാണ് പേര്. ഐദിൻ ആദം എന്നാണ് അവൻ്റെ പേര്. ഐഷുവിൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ്. അതിൻ്റെ അർത്ഥമൊക്കെ അവർക്ക് അറിയാമോ എന്തോ. എന്തായിരുന്നാലും ഈ ടോം ആൻഡ് ജെറി കണക്കുള്ള ആൾക്കാരാണ്. ഭയങ്കര കൂട്ടാണ്, ഭയങ്കര അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമൊക്കെയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വീഡിയോസൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റീലായിട്ടോ ഫോട്ടോസായിട്ടോ ഒക്കെ ഷെയർ ചെയ്യാം. അടിയെന്ന് വെച്ചാൽ അങ്ങേയറ്റം, സ്നേഹമെന്ന് വെച്ചാൽ ഇങ്ങേയറ്റം ഒക്കെയാണ്. അപ്പോൾ ഐദുവിന് ചെറിയൊരു പാർട്ടി എന്നൊന്നും വിളിക്കാനൊന്നുമില്ല, വെറുതെ അവരുടെ ഫാമിലിയും നമ്മുടെ ഫാമിലിയും മാത്രം ഒന്ന് ഒരുമിച്ച് വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു ദിവസം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ചിക്കൻ കറിയൊക്കെ വെച്ച് ചെറിയൊരു ഡിന്നറൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി. വലിയ ഡിന്നറല്ല, കുഞ്ഞ് ഡിന്നർ. ചിക്കൻ മേടിക്കുമ്പോഴത്തേനും അത് മിക്കവാറും എപ്പോഴും വാങ്ങിക്കുന്നത് കൊണ്ട് അതൊരു സ്പെഷ്യൽ ഐറ്റം എന്നൊന്നും പറയാനില്ല. എന്നാലും ഒരു ചെറിയ പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഒരു ചെറിയൊരു സ്പെഷ്യൽ കൂടി ചേർക്കാം ഈ കറിക്ക്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ചിക്കൻ എടുത്തു. പിന്നെ നമ്മുടെ പൊടികളെല്ലാം ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് ഒഴിച്ച് ബാക്കി എല്ലാ പൊടികളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മല്ലിയില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കട്ട തൈര് എടുക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു വലിയ ചെറുനാരങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉപ്പല്ല, സവോളയില്ലേ, ഒരു 2 സവോള നേരിയതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്ന സവോള നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്തിട്ട് ഈ ചിക്കനിലോട്ടുള്ള ഇട്ട എല്ലാ സാധനങ്ങളും, പൊടികളും, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ മല്ലിയില, ഈ ഫ്രൈ ചെയ്ത ഒനിയനും എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ചിക്കനിൽ പിടിപ്പിക്കണം. നന്നായിട്ട് ഞെരടി ചിക്കനിൽ പിടിപ്പിക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അരമണിക്കൂറോ 1 മണിക്കൂറോ എത്രയാണെന്ന് വെച്ചാൽ വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. എനിക്ക് അത്രയും സമയമൊന്നും ഉണ്ടായില്ല, കാരണം പിള്ളേരൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാനുള്ള സമയവും സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാനത് ഒരു 15 മിനിറ്റൊക്കെ ഞാൻ വച്ചിരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനെടുത്തു. നമ്മൾ നേരത്തെ ഓനിയൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അതിൽ ജസ്റ്റ് ബേ ലീഫ് മാത്രം ഇട്ടിട്ട്, പിന്നെ നമുക്ക് ഒരു 2 സവോള വീണ്ടും ഞാൻ എടുക്കുവാണ്, നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. ബ്രൗൺ ഒന്നും ആവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, അത്രയും ബ്രൗണിഷ് ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ പച്ചമുളക് എത്രയാണെന്നുള്ളത് ആവശ്യത്തിന് എടുക്കുക എന്നുള്ളതാണ്. പച്ചമുളക് വളരെ കുറച്ച് മതി. എനിക്കിവിടെ ഇച്ചിരി എരി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ പച്ചമുളക് കൂട്ടിയിട്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എല്ലാം നമുക്ക് ഇതിലോട്ട് എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അടച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ കുറച്ച് പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഒക്കെ കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, കരിയാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടച്ച് വെച്ചിരുന്ന ചിക്കനിൽ ഒരു 5-10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചു. ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം അതിലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത മസാല പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം പയ്യെ ഒന്ന് മസാല എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിലൊന്ന്, സ്പ്രെഡ് ആവുന്ന രീതിയിലോ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അഗെയിൻ അടച്ച് വയ്ക്കുക കുറച്ച് സമയം, അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് കുറച്ചൊരു 10-20 കാഷ്യൂസും പിന്നെ ഫ്രഷ് ക്രീം, മിൽക്കി മിസ്റ്റ് ഫ്രഷ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. രണ്ടും കൂടി മിക്സിയിലിട്ട് ഒന്ന് ഫ്രഷ് ക്രീം ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ പിന്നെ കാഷ്യൂസിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്തു എന്നുള്ളതേ ഉള്ളൂ. രണ്ടും കൂടി ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു എക്സ്ട്രാ ആഡ് ഓൺ ആണ്, ഇത് വേണം എന്നില്ല, അല്ലെങ്കിൽ തന്നെ ഓക്കെയാണ്, അത്രയും മതി നമുക്ക്. ഹൈദരാബാദി ചിക്കൻ കറിക്ക് അത്രയും മതി. പിന്നെ കുറച്ചുകൂടി ഒന്ന് എന്താ നമ്മുടെ ടേസ്റ്റിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാഷ്യൂസും കാഷ്യൂ പേസ്റ്റും ക്രീമും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പിന്നെ നമ്മുടെ മല്ലിയില, കൊറിയാണ്ടർ ലീവ്സ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി സെറ്റായി. ഇതാണ് ഹൈദരാബാദി ചിക്കൻ കറിയാണ്. ഭയങ്കര ഫ്ലേവറാണ്, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ ഒരു കാശ്മീരി ചിക്കൻ ചില്ലിയുടെ കാശ്മീരി ചിക്കൻ കറി ഒക്കെ അല്ലേ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത്, അതിൻ്റെയൊക്കെ വേറൊരു വേർഷൻ എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എല്ലാം ഒരു കുഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതിലുള്ളൊരു വ്യത്യാസം അത്രേ ഉള്ളൂ ഈ കറിക്കൊക്കെ. അപ്പോൾ എന്നാലും ഇടയ്ക്ക് എപ്പോഴും ഒരേ രീതിയിൽ ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും നല്ല മണവും നല്ല രുചിയായിട്ടുള്ളൊരു അടിപൊളി കറിയാണ്. ഞാനിവിടെ പൊറോട്ടയുടെ കൂടെയാണ് എല്ലാവർക്കും സെർവ് ചെയ്തത്. ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അസ്സലാമു അലൈക്കും, ബൈ.